സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ബിസിനസ്സിൽ വളരെയധികം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് മേഖലയാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ ചില കേസുകളിൽ ലേഡീസ് ആവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക, ചില കേസുകളിൽ ജെൻസ് ആവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. നമ്മൾ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലെ ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമം, ഈ കാർഡിനൽ റൂൾസിലെ രണ്ടാമത്തെ ഈ പോയിന്റ്, ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് സ്പൗസ്. മറ്റൊരു വ്യക്തിയുടെ ജീവിത പങ്കാളിയുമായിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും വെക്കാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ പുരുഷന്മാരോടും പുരുഷന്മാർ സ്ത്രീകളോടും. പ്രത്യേകിച്ചും അത് സ്ത്രീയോടാണെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂ. പുരുഷനോടാണെങ്കിൽ നോ ഇഷ്യൂ. അപ്പൊ എപ്പോഴും ഇതെന്താണ് ഇതിന്റെ പ്രാധാന്യം? കാരണം നമ്മൾ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് നമ്മളൊരു ഫാമിലിയുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ്, മനസ്സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 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 പരിധിയിൽ കൂടുതൽ നമ്മളൊരു സ്ത്രീ പുരുഷനോടോ പുരുഷൻ സ്ത്രീയോടോ ഇടപെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഞാനൊരു ഉദാഹരണം പറയണമെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഹോം മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ലേഡി ഡിസ്ട്രിബ്യൂട്ടറാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഞാൻ ആ ലേഡി ഡിസ്ട്രിബ്യൂട്ടറുടെ കൂടെ പോകുന്ന സമയത്ത് 100%, സപ്പോസ് ഞാൻ തനിച്ചാണെങ്കിൽ, ശരണ്യ കൂടെ ഇല്ല എങ്കിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ശരണ്യ കൂടെ ഇല്ല എങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ശരണ്യക്ക് അറിഞ്ഞിട്ടുണ്ടാവണം ഞാൻ ആരുടെ കൂടെ പോകുന്നു, ഞാൻ എവിടെ പോകുന്നു. സപ്പോസ് നമ്മളിപ്പോ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരികയാണ് എങ്കിൽ പോലും അവിടെയും നമ്മൾ എന്തായിട്ടുണ്ടാവണം? കറക്റ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ടായിരിക്കണം. എൻ്റെ പാർട്ട്ണറും അവരുടെ പാർട്ട്ണറും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മളുടെ ആക്ടിവിറ്റി എന്നുള്ളത്. അതൊരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പരമാവധി ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചെല്ലാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് അഭികാമ്യം. കാരണം നമ്മൾ അവിടെ പോയിട്ട് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു ലേഡിയെ സപ്പോസ് ബൈക്കിൽ കൂട്ടിയിട്ടാണ് വന്നതെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അവർ എക്സ്പ്രസ് ചെയ്തോളണം എന്നില്ല, ചിന്തിച്ചേക്കാം നാളെ എൻ്റെ വൈഫ് ബിസിനസ്സിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറ്റു പല ആൾക്കാരുടെയും ബൈക്കിന്റെ ബൈക്കിൽ പോകേണ്ടി വരില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചില വികാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഒരിക്കലും പരമാവധി ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഒരു സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും ഇടപെടുക. രാത്രി പരമാവധി ഒരു 10 മണിക്ക് ശേഷം ഫോൺ ചെയ്യാതിരിക്കുക. ഇനി എമർജൻസി ആയിട്ട് ഫോൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരുടെ അടുത്ത് പറയാ, സമയം 10 മണി ആയെന്ന് എനിക്കറിയാം, എന്നാൽ പോലും ഞാൻ ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അത്തരത്തിൽ ഡീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് സ്പൗസ്, രണ്ടാമത്തെ നിയമം.